ഇന്ന് ഞാനൊന്ന് ജോലിക്ക് പോകുന്നത് കാണിച്ചു തരാം. വലിയ കാര്യമായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. അപ്പം ഇങ്ങനെ പോകുന്ന വഴിയും അതുപോലെ കുറച്ച് കാര്യങ്ങളും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുത്തത്. വലിയ കാര്യമായ വീഡിയോ ഒന്നും അല്ലെന്ന് എനിക്കറിയാം. പിന്നെ ചുമ്മാ രസം അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലിടാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്നുള്ള രീതിയിൽ എടുത്തൊരു വീഡിയോ ആണെന്ന് കൂട്ടിക്കോ. ഇതിപ്പോൾ ഞാൻ പോകുന്ന വഴിയാണ്. ആദ്യം കണ്ടത് ഞാൻ ഡ്രസ്സ് ചെയ്ത് എൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടലിലാണ്. അവിടെ കോൺഫറൻസ് ആൻഡ് ഇവൻറ്റ്സിൻ്റെ F&B അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വലിയ ജോലിയൊന്നുമല്ല. അപ്പം യൂഷ്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞങ്ങളുടെ ഡ്രസ്സ്. വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻസും ബ്ലാക്ക് ഷൂസും ഒക്കെയാണ് യൂണിഫോം. അപ്പം ചില സമയത്ത് ഞാൻ ബ്ലാക്ക് ഇടാറുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ വൈറ്റ് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് വാഷ് ചെയ്യാൻ. കാരണം ചില സമയത്ത് ഭയങ്കരമായിട്ട് സ്റ്റെയിൻ ആവും. നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ എടുക്കുന്നതല്ലേ, അപ്പം ഭയങ്കരമായിട്ട് സ്റ്റെയിൻ ആവും. അപ്പോൾ അത് വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു പരിപാടി അല്ലാത്തത് കൊണ്ട് ചില സമയത്ത് ഞാൻ ബ്ലാക്ക് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് ഇട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ ഈ പോകുന്ന വഴിക്ക് നല്ല രസമാണ് കേട്ടോ പോകാനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ബസ്സിനാണെങ്കിലും നടന്നു പോകാനാണെങ്കിലും ഏകദേശം 35 മിനിറ്റ്സ് എടുക്കും വീട്ടിൽ നിന്ന് എൻ്റെ ഹോട്ടൽ വരെ എത്താനായിട്ട്. അപ്പം ടൈമുള്ള സമയം ആണ്, അല്ലെങ്കിൽ എനിക്ക് നടക്കാനുള്ളൊരു മൂഡുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഇതുപോലെ നടന്നാണ് പോകാറ്. അല്ലെങ്കിൽ ബസ്സിന് പോവും. ബസ്സിന് പോയാലും എനിക്ക് കുറച്ച് ദൂരം നടക്കണം. കാരണം 2 ബസ് പിടിച്ചാലേ എത്താൻ പറ്റുള്ളൂ. ഇൻ ബിറ്റ്വീൻ ഈ 2 ബസ്സിൻ്റെയും ഇടയ്ക്ക് എനിക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം സംടൈംസ് ഇതുപോലെ ഞാൻ നടക്കും, ഫുള്ള് നടക്കും. രസമാണ്. കാരണം നല്ല മരമൊക്കെ ഉള്ള, നല്ല തണലൊക്കെയുള്ള, പച്ചപ്പൊക്കെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഇപ്പം സമ്മർ ആയതുകൊണ്ടാണ് കേട്ടോ. വിൻ്റർ ആണെങ്കിൽ കുറച്ചുകൂടെ ശോകമാണ്, ഭയങ്കര ഡള്ളായിരിക്കും. അപ്പം അങ്ങനെ ഒരു സ്പേസിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ പോകുന്ന സമയത്താണ് ഞാൻ സാധാരണഗതിയിൽ ഇൻ്റർവ്യൂസ്, പോഡ്കാസ്റ്റുകൾ അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് കാണുന്നത് ഈ സമയത്താണ്. ഇപ്പം ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മനു എസ് പിള്ളയുടെ ഇൻ്റർവ്യൂസ് കണ്ടുകൊണ്ടാണ് പോകുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വീടുകളൊക്കെ കാണാൻ കേട്ടോ. ഇവിടെ അത് ബംഗ്ലോസാണ്. അടിപൊളിയാണ്. പോകുന്ന വഴിക്ക് മനോഹരമായ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ഇതുപോലെ എത്താറായി. ഒരു കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഹോട്ടലിലെത്തും. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നടക്കാനൊക്കെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റൊക്കെ തോന്നുന്ന, നല്ല റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്നൊരു സ്ഥലമാണ്. എൻ്റെ ഹോട്ടൽ ശരിക്കും യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ പോകുന്ന ഭാഗമെല്ലാം ഈ ഭാഗമൊക്കെ ശരിക്കും യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് കേട്ടോ. അതിൻ്റെ അകത്ത് യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഹോട്ടലിൻ്റെ തന്നെ, എൻ്റെ അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൻ്റെ തന്നെ ഭാഗങ്ങളുണ്ട്. അങ്ങനെ അവസാനം ഞാൻ ഹോട്ടലിലെത്തി. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. അപ്പം ഏകദേശം ഇപ്പം അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ഫേസിങ് റോളാണല്ലോ. അപ്പം നമ്മൾ അവരുടെ പ്രൈവസിയും കൂടെ മാനിക്കണം. അതുകൊണ്ട് എൻ്റെ ജോലി എന്താണെന്നൊന്നും കൂടുതൽ കാണിക്കാനൊന്നുമില്ല. അങ്ങനെ കാണിക്കാനും മാത്രമുള്ള ജോലിയുമല്ല, അത് വേറൊരു കാര്യം. അപ്പം ഇതാണ്, ഹോട്ടലിലേക്ക് ഏകദേശം എത്തി. ഇനി ഞാൻ ക്ലോക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ക്ലോക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫോൺ മാറ്റും. കാരണം പിന്നൊന്നും കാണിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇപ്പം ഇത് ഞാനൊരു ബ്രേക്ക് സമയത്ത് ഞാൻ ചുമ്മാ ജസ്റ്റ് എടുത്തതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.